നമ്മൾ ഇന്ന് 4ാമത്തെ സെഷനിലാണ് ഇരിക്കുന്നത്. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 4ാമത്തെ സെഷനിലാണ്. കഴിഞ്ഞ 2-3 സെഷനുകളിലായിട്ട് നിങ്ങൾ ഒരു ഇനോഗ്രേഷൻ സെഷൻ കഴിഞ്ഞു. അതേപോലെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ള അല്ലെ, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞു. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സിലബസ് ഡീകോഡിംഗ് ഓഫ് BLIS. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിൽ ഈ ഒരു വർഷം എസ്പെഷ്യലി നമ്മുടെ ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, സിലബസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മുടെ 4ാമത്തെ സെഷൻ ആയിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ്. സോ വെൽക്കം ടു ദി സെഷൻ. അപ്പൊ നമ്മൾ മെയിൻ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മുടെ കോഴ്സിനെ അല്ലെങ്കിൽ BLIS എന്ന് പറയുന്ന ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ പ്രത്യേകത. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലേൺ വൈസ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. നിങ്ങളിപ്പോൾ ലേൺ വൈസ് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഏകദേശം ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ എക്സാമിനും അസൈൻമെന്റിനും ഒക്കെ സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതേപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എക്സാംസ് എപ്പോഴാണ് വരുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെ സ്റ്റഡീസ് നോട്ട്സ് ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലസ് നമ്മുടെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും മോഡൽ എക്സാം, അതേപോലെ നമ്മുടെ TE അല്ലെ, ടേം ആൻഡ് എക്സാമിനേഷനെ സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത്. പ്ലസ് ഹാപ്പിനെസ് അംബാസിഡർ പോലെയുള്ള നമ്മുടെ ലേൺ വൈസിന്റെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേൺ വൈസിന്റെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് തരുന്ന EEP, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, നമ്മുടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ലേൺ വൈസ് ഫീച്ചേഴ്സ്, ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ കഴിഞ്ഞ സെഷനിലൊക്കെ തന്നതുപോലെ തന്നെ ഫൈനലി ഒരു ആക്ഷൻ ടാസ്ക് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇന്നത്തെ പ്രത്യേകിച്ചും നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് കാര്യങ്ങളാണ് അല്ലെ, സിലബസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. സോ ആക്ഷൻ ടാസ്ക് നിർബന്ധമായിട്ടും ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഗ്നു സിലബസിനെ, നമ്മുടെ ഈ ഒരു BLIS എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സിലബസിനെ 5 ലെയേഴ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് മുകളിൽ പറയുമ്പോൾ പ്രോഗ്രാം എന്ന് പറയും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്, BLIS എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ, ഇനി അതിന്റെ അണ്ടറിൽ കോഴ്സസ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ വരുന്ന നമ്മൾ സബ്ജക്ട്സ് എന്ന് പറയൂലേ, സബ്ജക്ട്സുകൾ ഉണ്ടാവും അല്ലെ, അതിനെയാണ് നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നത്. ഇതൊരു കോഡ് വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ കോഡുകളൊക്കെ വളരെ ഓരോ സബ്ജക്റ്റിന്റെയും കോഡുകൾ നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇനി അതിന്റെ അണ്ടറിൽ ഓരോ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഓരോ കോഴ്സിന്റെ അണ്ടറിൽ 2, 3, 4 ഒക്കെ ആയിട്ട് ബ്ലോക്കുകളും തന്നിട്ടുണ്ടാവും. ഈ ബ്ലോക്കിനെ തന്നെയും യൂണിറ്റുകളായിട്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ നമുക്ക് ഓരോരോ ബ്ലോക്ക് ഉണ്ടാവും. കോഴ്സ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. ഓരോ സബ്ജക്റ്റിനും ബ്ലോക്ക് വൈസ്, നമ്മൾ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ബ്ലോക്ക് വൈസ് ആക്കിയിട്ടുണ്ട്. ഈ ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും സബ് യൂണിറ്റുകളും ഉണ്ട്. ഈ യൂണിറ്റുകളിൽ തന്നെ നമുക്ക് ലേൺ വൈസിന്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ യൂണിറ്റിൽ നമ്മൾ ലെസൺസ് ആക്കിയിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി 5ാമത്തെ ഒന്നാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു അസസ്മെന്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന അസസ്മെന്റ്സ് ആണ്. എസ്പെഷ്യലി 2 തരത്തിലാണ്, ഒന്ന് അസൈൻമെന്റ് റിലേറ്റഡും ഒന്ന് ടേം ആൻഡ് എക്സാമിനേഷൻ. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ സെഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം എന്താണ്, അതിന്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിപ്പോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ആണ് എസ്പെഷ്യലി നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ വർഷത്തെയും കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിപ്പോ. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ മാത്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇത്രയും കോഴ്സുകളാണ് നമുക്ക് വരുന്നത്. BLI അതാണ് നമ്മുടെ മെയിൻ കോഴ്സ് കോഡായിട്ട് വരുന്നത്. BLI 221 തൊട്ട് 225 വരെ, പിന്നെ BLI 226 തൊട്ട് 229 വരെ, പിന്നെ ഇന്റേൺഷിപ്പും. ഇങ്ങനെ ഇത്രയും കോഴ്സുകളാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ബുക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയ്യിൽ എടുത്ത് വെക്കുക.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും സബ്ജക്ട്സിന്റെ ഒരുമിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. കാരണം നമ്മുടെ ലേൺ വൈസിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ടൈം ടേബിളിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപയോഗം എന്താന്ന് വെച്ചാൽ, ഇത്രയും സബ്ജക്ട്സ് നമ്മളിപ്പോ കണ്ടൂല, ഇത്രയും കോഴ്സസ് നമുക്ക് വരുന്നുണ്ട്. ഈ കോഴ്സസ് ഒക്കെ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും, നല്ല വെയിറ്റ് തോന്നും, ഭയങ്കര വർക്ക് ലോഡ് പോലെ തോന്നും. അപ്പൊ അതിനെ ഒന്ന് ചെറുതാക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് സെമസ്റ്റർ സിസ്റ്റം പോലെയാണ് നമ്മുടെ ലേൺ വൈസിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം സെമസ്റ്റർ വൈസ് അല്ല, നിങ്ങൾ ഓർക്കണം. നമ്മുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസിന്റെ ടൈം ടേബിൾ അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ കുറച്ച് സബ്ജക്ട്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പകുതി സബ്ജക്ട്സ് ആദ്യ സെമസ്റ്ററിൽ, അതുപോലെ രണ്ടാമത്തെ സെമസ്റ്റർ വരുമ്പോൾ അടുത്ത ബാക്കിയുള്ള സബ്ജക്ട്സ്, ഇങ്ങനെയാണ് തരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ സബ്ജക്ട്സിലും എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവർ നോക്കാം. അപ്പൊ ആദ്യത്തെ പേപ്പറാണ് BLI 2021. ഓക്കെ, 221 എന്ന് പറയുന്ന ലൈബ്രറി ഇൻഫർമേഷൻ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഫസ്റ്റത്തെ പേപ്പർ. BLI 2221 ആണ്, 221 എന്നുള്ളതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ലൈബ്രറി ഇൻഫർമേഷൻ ആൻഡ് സൊസൈറ്റി, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലൈബ്രറി സയൻസ് പഠിക്കുന്ന സമയത്ത് ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് എന്നുള്ള രീതിയിൽ ഏറ്റവും ബേസിക് ഇൻഫർമേഷൻസ്, എന്തിനാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ സബ്ജക്ട്സിൽ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ലൈബ്രറി അതേപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റവും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്, സൊസൈറ്റിയിൽ നമുക്കുള്ള ഒരു റോൾ എന്താണ്, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ബ്ലോക്കാണ് ബ്ലോക്ക് 1, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ഇൻ സോഷ്യൽ പെർസ്പെക്റ്റീവ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ഇൻ സോഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയാം. നമ്മുടെ സൊസൈറ്റൽ പെർസ്പെക്റ്റീവിൽ നോക്കി കാണുമ്പോൾ എന്താണ് ലൈബ്രറി, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ലൈബ്രറീസ് എന്താണ്, ഇൻഫർമേഷൻ ആൻഡ് നോളജ് ബേസ്ഡ് സൊസൈറ്റി എന്താണ്, ടൈപ്സ് ഓഫ് ലൈബ്രറീസ്, ലൈബ്രറീസ് തന്നെ പല തരത്തിലുണ്ട് അല്ലെ, അപ്പൊ നമുക്ക് കുറെയൊക്കെ അറിയായിരിക്കും എന്തൊക്കെ ടൈപ്പ് ലൈബ്രറി ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്നതാണ് ആ ഒരു യൂണിറ്റിൽ. പിന്നെ ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലൈബ്രറിയും അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്കുണ്ട് അല്ലെ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. അപ്പൊ അതും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നു. ആൻഡ് നാലാമത്തെ യൂണിറ്റിൽ ലോസ് ഓഫ് ലൈബ്രറി സയൻസ്, ലോസ് ഓഫ് ലൈബ്രറി സയൻസ്, അതായത് ലൈബ്രറി സയൻസിന് ഒരു ആക്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലെ, ഒരുപാട് പിന്നെ ലോസും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുന്നത് നാലാമത്തെ യൂണിറ്റിൽ. ബ്ലോക്ക് 1 അതാണ്. ഇനി ബ്ലോക്ക് 2 പറയുമ്പോൾ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ലെജിസ്ലേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്, അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന, ആക്ട് ആയിട്ടും ബില്ലായിട്ടും ഒക്കെ പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ലെജിസ്ലേഷൻ. അപ്പോൾ അതിൽ വരുന്ന ഒരു യൂണിറ്റ് ലൈബ്രറി ലെജിസ്ലേഷൻ ആൻഡ് മോഡൽ പബ്ലിക് ലൈബ്രറി ആക്ട് ഒന്നാമത്, അതുപോലെ ലൈബ്രറി ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതായത് ഓരോ സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എസ്പെഷ്യലി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വരുന്നതും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ലാസ്റ്റത്തെ യൂണിറ്റിൽ അതർ ഇൻഫർമേഷൻ റിലേറ്റഡ് ലെജിസ്ലേഷൻ. അപ്പം ഈ ഒരു ബ്ലോക്കിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നുണ്ടാവുന്നത് ലെജിസ്ലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലൈബ്രറി ആക്റ്റും ലൈബ്രറി ബില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കി പോകുന്നുണ്ടാവാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ബ്ലോക്ക് വരുമ്പോൾ റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്സ് ആണ്. അതായത് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ലൈബ്രറി ആണ്, ബുക്സ് ആണ്, അതുപോലെയുള്ള ഇൻഫർമേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, ആർക്കൊക്കെ എപ്പോഴൊക്കെ ഷെയർ ചെയ്യാം, ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഒരു യൂണിറ്റ് ആണ് റിസോഴ്സ് ഷെയറിംഗ്. ആൻഡ് യൂണിറ്റ് 9 ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആൻഡ് കോൺസോർട്ടിയ. ആൻഡ് യൂണിറ്റ് 10 വരുമ്പോൾ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് കോൺസോർട്ടിയ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വൈഡ് ആയിട്ട് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആയിരിക്കും ലാസ്റ്റ് വരുന്ന സമയം. ഓക്കെ, അപ്പം ഇതാണ് തേർഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ ബ്ലോക്ക് ആണ് ബ്ലോക്ക് 4 വരുമ്പോൾ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ പ്രൊഫഷൻ ആൻഡ് റിലേറ്റഡ് ഏജൻസീസ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ലൈബ്രറിയൻഷിപ്പ് ആസ് എ പ്രൊഫഷൻ, ഒരു പ്രൊഫഷൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈബ്രറിയൻ എന്ന് പറയുന്നത് ചെറിയൊരു റോൾ അല്ല അല്ലെ, നമുക്ക് കാണുമ്പോൾ ഒരു ലൈബ്രറിയിൽ ഇരിക്കുന്ന ഒരാൾ എന്ന് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്കുള്ളൂ. പക്ഷെ ആ ഒരു പ്രൊഫഷൻ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ്. അപ്പൊ ആ പ്രൊഫഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ലൈബ്രറിയൻഷിപ്പ്, ഒരുപാട് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്
പ്രിൻസിപ്പിൾസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ആസ് എ പ്രൊഫഷൻ. അപ്പൊ അത് നമ്മൾ പഠിക്കണം. റോൾ ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ അതുണ്ട്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ്. അതായത് നമ്മളിപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ ലൈബ്രറിയും അതുപോലെ ഇൻഫർമേഷൻ സർവീസസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അതിനനുസരിച്ച് അതിന്റെ ഓർഗനൈസേഷൻസും സിസ്റ്റംസും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഓർഗനൈസേഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്ന ഒരു യൂണിറ്റ് ആണ് ഇതിൽ വരുന്ന യൂണിറ്റ്, ഈ ലാസ്റ്റത്തെ യൂണിറ്റ്. ഓക്കെ, ഇത്രയാണ് 4ാമത്തെ ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്തത്. അടുത്ത നമ്മുടെ കോഴ്സാണ് BLI 222 എന്ന് പറയുന്നത്. ഓക്കെ, BLI 221 ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 4 ബ്ലോക്കോടുകൂടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് വരുന്നതാണ് BLI 222, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ സോഴ്സസ് ആൻഡ് സർവീസസ്. ഇൻഫർമേഷൻ സോഴ്സസ് ആൻഡ് സർവീസസ് ആണ് നമ്മുടെ 2ാമത്തെ സബ്ജക്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ബ്ലോക്ക് ഡോക്യുമെന്ററി സോഴ്സസ് ആണ്. എന്താണ് നമ്മുടെ സോഴ്സസ് അല്ലെ, ഡോക്യുമെന്ററി സോഴ്സസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതായത് നമുക്ക് ബോത്ത് ഡോക്യുമെന്ററിയും അതേപോലെ തന്നെ ഡോക്യുമെന്ററി അല്ലാത്ത സോഴ്സസും ഉണ്ട് അല്ലെ. അതായത് ബുക്കുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബുക്സ് ആണ്. ബുക്സിന്റെ കൂടെ തന്നെ അല്ലാതെ പല തരത്തിലുള്ള നമ്മള് ലൈക്ക് റിസർച്ചിന്റെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡോക്യുമെന്ററി സോഴ്സസിൽ പെട്ടതാണ് അല്ലെ, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള എല്ലാ ഡിഫറെന്റ് കാറ്റഗറീസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ് ഒന്നാമത്തെ അതാണ്. ഈ സോഴ്സസിനൊക്കെ എങ്ങനെയൊക്കെ എന്തിന്റെയൊക്കെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ്. രണ്ടാമത് പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സോഴ്സസ്. ഈ കാറ്റഗറൈസിനെ ഓരോന്നിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അടുത്ത യൂണിറ്റുകളിൽ. ആൻഡ് യൂണിറ്റ് 4ൽ വരുമ്പോൾ ക്രൈറ്റീരിയ ഓഫ് ഇവാലുവേഷൻ. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്. ആൻഡ് സെക്കൻഡ് ബ്ലോക്കിൽ വരുമ്പോൾ നോൺ ഡോക്യുമെന്ററി സോഴ്സസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്ററി സോഴ്സസും നോൺ ഡോക്യുമെന്ററി സോഴ്സസും ഉണ്ട്. ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും. പക്ഷെ ബ്ലോക്ക് 2 നോൺ ഡോക്യുമെന്ററി എന്ന് പറയുന്ന സമയത്ത് ഈ ബ്ലോക്ക് 2ൽ ഡിസ്കസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട നോൺ ഡോക്യുമെന്ററി സോഴ്സസിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തത് ഹ്യൂമൻസ് ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് അല്ലെ. രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്. ആൻഡ് ഫൈനലി വരുന്നത് മീഡിയ ആണ്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ ഡോക്യുമെന്ററി സോഴ്സസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഹ്യൂമൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മീഡിയ. ഇത് 3നെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ്, ഒരു ബ്ലോക്കാണ് നോൺ ഡോക്യുമെന്ററി സോഴ്സസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ അറിയുന്ന കുറെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇതും ഒരു സയന്റിഫിക് രീതിയിലേക്ക് നമ്മൾ പഠിച്ചെടുക്കും, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഈ ഒരു ബ്ലോക്ക്. നെക്സ്റ്റ് ഇൻഫർമേഷൻ സർവീസസ് ആണ്. അടുത്ത 3rd ബ്ലോക്കിൽ വരുന്നത് ഇൻഫർമേഷൻ സർവീസസ് ആണ്. അതിലും എന്താണ് ഇൻഫർമേഷൻ സർവീസസ്, ടൈപ്സ് ഓഫ് സർവീസസ് എന്തൊക്കെയാണ്, അതേപോലെ ലിറ്ററേച്ചർ സെർച്ച് ആൻഡ് ഡാറ്റാബേസ് സർവീസസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇനി നമുക്ക് 4ാമത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഫർമേഷൻ യൂസ് ആൻഡ് യൂസർ സ്റ്റഡീസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ലൈബ്രറി, ഇൻഫർമേഷൻ സെന്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടോ അല്ലെ, അവരെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് 4th ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി, യൂസർ സ്റ്റഡീസ്, ഇൻഫർമേഷൻ യൂസ് സ്റ്റഡീസ്, മാർക്കറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സർവീസസ്. അതായത് ഈ ഒരു ലൈബ്രറി വെറുതെ നമ്മൾ കുറെ ബുക്കും വെച്ച് അവിടെ ഇരുന്നാൽ പോരാ അല്ലെ, അവിടെ വരുന്ന യൂസേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവർ എത്രത്തോളം എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഫർമേഷൻ യൂസ് ആൻഡ് യൂസർ സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 4 ബ്ലോക്കുകൾ BLI 222 എന്ന് പറയുന്ന, അതായത് ഇൻഫർമേഷൻ സോഴ്സസ് ആൻഡ് സർവീസസിൽ വരുന്ന ബ്ലോക്കുകൾ. ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. BLI 223 എന്ന് പറയുന്ന ഓർഗനൈസിംഗ് ആൻഡ് മാനേജിംഗ് ഇൻഫർമേഷൻ. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ലൈബ്രറി ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതായത് ഒരു ലൈബ്രറിയൻ എന്ന രീതിയിൽ വരുന്ന നമ്മുടെ റോൾ റിലേറ്റഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഫഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ ആദ്യം തന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈബ്രറി ആണ്. ലൈബ്രറി ക്ലാസിഫിക്കേഷൻ, അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ്, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ പോസ്റ്റുലേഷണൽ അപ്രോച്ച്, കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് സ്കീംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ഈ ഒരു പ്രൊഫഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്
ആണ് ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നതാണ് ലൈബ്രറി ക്ലാസിഫിക്കേഷൻ. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്. സെക്കൻഡ് ബ്ലോക്കിൽ വരുമ്പോൾ ലൈബ്രറി കാറ്റലോഗിങ്. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ കാറ്റലോഗിങ് ആണ് നമ്മുടെ ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ അതിന്റെയും ബേസിക് കോൺസെപ്റ്റ്സ്, അതുപോലെ ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് കാറ്റലോഗ്സ്, ഫോർമാറ്റ്സ്, കാറ്റലോഗിങ് ഓഫ് നോൺ ബുക്ക് മെറ്റീരിയൽ, ബുക്ക് അല്ലാത്ത ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ, അതിന്റെ കാറ്റലോഗിങ് എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ലൈബ്രറി കാറ്റലോഗിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ഇൻഡെക്സിംഗ് ആണ്. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, കാറ്റലോഗിങ് കഴിഞ്ഞു, ആൻഡ് ഇൻഡെക്സിംഗ്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതും ഇതേപോലെ തന്നെ ബേസിക് ഓഫ് ഇൻഡെക്സിംഗ് പഠിക്കുന്നുണ്ട്. ഇൻഡെക്സിംഗിന്റെ ലാംഗ്വേജ്, അതൊരു പ്രത്യേകതയുള്ള ലാംഗ്വേജ് ആണ് അല്ലെ, നോർമൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല, അതിനൊരു പ്രത്യേകതകളുണ്ട്, അത് നമ്മൾ പഠിക്കും. ആൻഡ് ഫൈനലി ടെക്നിക്സ് ഓഫ് ഇൻഡെക്സിംഗ്. ഇത്രയാണ് ഈ ഒരു ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൽ ഇന്നത്തെ ഒരു ട്രെൻഡ്, ഒരു കറന്റ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോ എല്ലാ ആളുകളും നേരിട്ട് ലൈബ്രറിയിൽ പോയിട്ട് അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് അവിടുന്ന് ബുക്ക് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ടെക്നോളജി അത്രത്തോളം വളർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്, ആ ടെക്നോളജിയെ പറ്റിയിട്ടുള്ള പഠനം തന്നെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കോൺസെപ്ച്വൽ ചേഞ്ചസ് ആണ്, അതായത് ഇമ്പാക്ട് ഓഫ് ടെക്നോളജി. നമ്മളിപ്പോ ബുക്കുകളെ പറ്റി അറിയുന്നത് വരെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് ഒക്കെ പോലെയുള്ള സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ പലതരത്തിലുള്ള ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള പലതരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ലൈബ്രറിയിൽ പണ്ടത്തെ പോലെ ഒരു റെക്കോർഡ് സൂക്ഷിച്ചു വെച്ച്, ഒരു ബുക്ക് സൂക്ഷിച്ചു വെച്ച് അതിലെഴുതി അതിലൊപ്പിട്ട് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓരോരോ ഗൂഗിൾ ഫോംസ് പോലെയോ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാക്കി അതിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ ലൈബ്രറിയൻ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസും ടെക്നോളജിയുടെ ഉപയോഗങ്ങളും ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒന്ന് കോൺസെപ്ച്വൽ ചേഞ്ചസ്, പിന്നെ ഓൺലൈൻ കാറ്റലോഗ്സ്, ഡിസൈൻ ആൻഡ് സർവീസസ്, പിന്നെ ഓവർവ്യൂ ഓഫ് വെബ് ഇൻഡെക്സിംഗ്, അതായത് മെറ്റാഡാറ്റ, ഇന്റർപ്രറ്റബിലിറ്റി ആൻഡ് ഓണ്ടോളജീസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്, ഈ ഒരു ലൈബ്രറി എന്ന് പറയുന്ന രംഗത്ത് ഉണ്ടായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള BLI 223 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ നാലാമത്തെ പേപ്പറാണ് BLI 224, ദാറ്റ് ഇസ് ICT ഫണ്ടമെന്റൽസ്. ICT ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷനും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ടെക്നോളജിയും ഇൻക്ലൂഡ് ചെയ്തു വന്നിട്ടുള്ള ഒന്നാണ് ICT ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ ടെക്നോളജി. ഒന്നാമത്തത് ബേസിക്സ് ഓഫ് ICT ആണ്. ബേസിക്സ് ഓഫ് ICT എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ആണ് അതിൽ പഠിക്കുന്നത്. ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പിന്നെ നെറ്റ്വർക്ക് ടെക്നോളജി, ടെക്നോളജി കോൺവെർജൻസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതായത് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ബേസിക്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്ലോക്ക് വരുമ്പോൾ മിഡിൽ വെയർ ടെക്നോളജീസ് ആണ്. മിഡിൽ വെയർ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസ് ഉണ്ടല്ലോ, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതിലെ വേർഡും സ്പ്രെഡ്ഷീറ്റും പ്രസന്റേഷൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എസ്പെഷ്യലി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അത്യാവശ്യം ഓഫീസുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഓഫീസ് ടൂൾസ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ, വേർഡ് പ്രോസസ്സിംഗ്, പ്രസന്റേഷൻ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്സ്, പിന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ്, മൾട്ടിമീഡിയ, എല്ലാം ഓഫീസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മിഡിൽ വെയർ ടെക്നോളജീസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റത്തെ ബ്ലോക്ക് വരുന്നത് നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ് ആണ്. നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജിയും കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസും അല്ലെ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോകേണ്ടത്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോട്ടോകോൾ എന്തൊക്കെയാണ്, നമ്മുടെ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസും മാനേജ്മെന്റും എങ്ങനെയാണ്, അതായത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 3 പഠിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി നമുക്കൊക്കെ ഒരു ബേസിക് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. പക്ഷെ ഒരു ലൈബ്രറിയനായിട്ട് ഇരിക്കുന്ന സമയത്ത്, ലൈബ്രറിയിൽ ഒരു പ്രൊഫഷൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട പ്രത്യേകതകളും എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആ ഒരു ബേസിസിലായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് അടുത്ത നോക്കാം. നാലാമത്തെ ബ്ലോക്ക് വരുന്നത് ഇന്റർനെറ്റ് ടൂൾസ് ആൻഡ് സർവീസസ് എന്നാണ്. ഇന്റർനെറ്റ് ടൂൾസ് ആൻഡ് സർവീസസ്. അപ്പൊ അതിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇമെയിൽ ആൻഡ് മെസ്സേജിങ്, അതേപോലെ www. അല്ലെ, നമ്മുടെ വേൾഡ് വൈഡ് വെബ്, പിന്നെ മറ്റു സെർച്ച് എഞ്ചിൻസ്, അതുപോലെ ഇന്ററാക്റ്റീവ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് സർവീസസ്, ഇതൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
ഇന്റർനെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. അപ്പൊ BLI 224 എന്ന് പറയുമ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ അറേഞ്ച്മെന്റ്സും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി BLI 225 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ലൈബ്രറിയൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈബ്രറി സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസ് ആണ്. ബേസിക്സ്, സോഷ്യൽ സ്കിൽസ്, ഇൻട്രൊഡ്യൂസിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോൾ പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂ. ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രൊഫൈൽ മുതൽ നമ്മുടെ സംസാര രീതി മുതൽ നമ്മൾ ഇരിക്കുന്ന രീതി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ പ്രത്യേകതകളാണ് അല്ലെ. അപ്പം അതും ഒരു നമ്മുടെ ബോഡി ലാംഗ്വേജ് അടക്കം കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒന്നാണ് ഈ ഒരു ബ്ലോക്ക്, പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂ. ഓക്കെ, യുവർ പ്രൊഫൈൽ യൂണിറ്റ് 5 വരുമ്പോൾ പ്രിപ്പയറിംഗ് യുവർ പോർട്ട്ഫോളിയോ, പ്രിപ്പയറിംഗ് യുവർ റെസ്യൂം, അതുപോലെ ജോബ് ഇന്റർവ്യൂ. എന്തൊക്കെയാണ് ജോബ് ഇന്റർവ്യൂവിൽ നമ്മളിങ്ങനെ നേരെ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെയാണ് ഈ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്, ബ്ലോക്ക് 2ൽ. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ വർക്ക് പ്ലേസ് സ്കിൽസ് ആണ്. നമ്മൾക്ക് ജോലിയൊക്കെ ആയി അല്ലെ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി വർക്ക് പ്ലേസിൽ പോയിരുന്നു. ഇനി അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത് പ്രസന്റേഷൻ സ്കിൽസ്, ടെലിഫോൺ സ്കിൽസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ബോഡി ലാംഗ്വേജ് അല്ലെ. ഇതൊക്കെ തന്നെയും ആസ് എ ലൈബ്രറിയൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇപ്പൊ മനസ്സിലായില്ലേ അല്ലെ, പുറത്തുനിന്ന് നോക്കുന്ന ഒരു കാര്യമല്ല ലൈബ്രറിയൻ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു റോള് തന്നെയാണ്. അപ്പം അതിലുള്ള വർക്ക് പ്ലേസ് സ്കിൽസ് ആണ് നമ്മൾ തേർഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് ബ്ലോക്ക് വരുമ്പോൾ റൈറ്റിംഗ് സ്കിൽസ് ആണ്. റൈറ്റിംഗ് സ്കിൽസും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിൽ റൈറ്റിംഗ് സ്കിൽസിന്റെ ബേസിക് ഗൈഡ് ലൈൻസ്, കറസ്പോണ്ടൻസ് അറ്റ് ദ ഇന്റേണൽ കറസ്പോണ്ടൻസ് അറ്റ് ദ വർക്ക് പ്ലേസ്, അതുപോലെ എക്സ്റ്റേണൽ കറസ്പോണ്ടൻസ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റൈറ്റിംഗ് സ്കിൽസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ബ്ലോക്ക് ആണ് ഇതിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കിൽസ്. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ബുക്കിൽ എഴുതിയിരിക്കുന്ന രീതികളിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതേപോലെ അതിനനുസരിച്ച് നമുക്ക് AI ടൂളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിന്റെ കുറയ്ക്ക് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് പ്രൊപ്പോസൽസ്, റൈറ്റിംഗ് റിപ്പോർട്ട്സ്, ക്വസ്റ്റനെയർ മെത്തേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് അഡ്വാൻസ്ഡ് റൈറ്റിംഗ് സ്കിൽസ് പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. BLI 226 മാനേജ്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റർ. ആ പേരിൽ പറയുന്ന പോലെ തന്നെയാണ് ഒരു ലൈബ്രറിനെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സെന്ററിനെ മാനേജ് ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ചേഞ്ച് മാനേജ്മെന്റ്, ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇൻ ലൈബ്രറീസ് ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ്, എല്ലാം അത് തന്നെയാണ്. എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം അല്ലെ, എങ്ങനെ ഒരു ലൈബ്രറിനെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സെന്ററിനെ മാനേജ് ചെയ്യാം, അതാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ബ്ലോക്കിൽ ലൈബ്രറി ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. എങ്ങനെ ഒരു ലൈബ്രറിനെ ഏറ്റവും ഭംഗിയായിട്ട് വർക്ക് ചെയ്യിച്ച് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യിച്ച് കൊണ്ടുപോകാം, എങ്ങനെ അതിനെ എത്രയും ഭംഗിയിൽ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയോടുകൂടി ഓപ്പറേറ്റ് ചെയ്തു പോവാം, ഇതൊക്കെയാണ് സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ഹൗസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. ബേസിക് ഹൗസ് കീപ്പിംഗ് ഓപ്പറേഷൻസിന്റെ പാർട്ട് 1ഉം 2 ആണ് നമ്മൾ 2 യൂണിറ്റുകളിൽ പഠിക്കുന്നത്. പിന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് പ്ലാനിങ് അല്ലെ, അതുപോലെ മെയിൻ്റനൻസ് ആൻഡ് പ്രിസർവേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ഇനി ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെന്റർ നടത്തിക്കൊണ്ടു പോകുമ്പോൾ. സോഴ്സസ് ഓഫ് ഫൈനാൻസ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ, അതിൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, ബഡ്ജറ്റ് പ്രിപ്പറേഷൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ടാവും. ഇനി അടുത്ത ഒരു പേപ്പറാണ്, ഇത്രയേ ഉള്ളൂ ആ ഒരു ബ്ലോക്കിൽ, ആ ഒരു സബ്ജക്റ്റിൽ അത്രേ വരുന്നുള്ളൂ. ഇനി അടുത്തൊരു പേപ്പറാണ് BLI 227, ദാറ്റ് ഈസ് ഡോക്യുമെന്റ് പ്രോസസിംഗ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് പ്രോസസിംഗ് ആൻഡ് അതിന്റെ പ്രാക്ടീസ്, ഈ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അതുപോലെ ക്ലാസിഫൈ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു. ഇനി അതിന്റെ ഒരു പ്രാക്ടീസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷന്റെ ഒരു 19th എഡിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതില് ഇൻട്രൊഡക്ഷൻ, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ, ഡെഫിനിഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു 3 സമ്മറീസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ക്ലാസിഫൈയിങ് ഡോക്യുമെന്റ്സ്, റിലേറ്റീവ് ഇൻഡെക്സ്, അതുപോലെ അതിന്റെ യൂസസ്, സ്റ്റഡി ഓഫ് ടേബിൾസ് ആൻഡ് ഷെഡ്യൂൾസ്, ഓക്സിലറി ടേബിൾസ് ആൻഡ് ഡിവൈസസ്,
ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വേർഷൻ കൂടിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ബ്ലോക്ക് 2 വരുമ്പോൾ കാറ്റലോഗിങ് ആണ്. കാറ്റലോഗിങ്ങിന്റെ മറ്റൊരു നേരത്തെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ കാറ്റലോഗിന്റെ ഒരു പ്രോസസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ASER2 ആൻഡ് MARC21 എന്ന് പറയുന്ന രണ്ട് ടൈപ്പുകളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെയൊക്കെ ബേസിക്സും അതുപോലെ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ അതിന്റെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ഓരോരോ പബ്ലിക്കേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, കാറ്റലോഗിംഗ് ഒക്കെ പറയുമ്പോൾ അതിന്റെ മൾട്ടി വോളിയൂംസും സീരിയൽ പബ്ലിക്കേഷൻസും ഒക്കെയാണ് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റലോഗിങ്ങിലെ കുറച്ചും കൂടെ കീ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഈ ഒരു ബ്ലോക്കിൽ പഠിച്ചു പോകുന്നുണ്ടാവും. ഓക്കെ, ഇനി ബ്ലോക്ക് 3 ഇതേപോലെ തന്നെ ഇൻഡെക്സിന്റെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡെക്സിന്റെ റിസേർച്ച് ലിസ്റ്റും ഓഫ് സബ്ജക്ട് ഹെഡിങ് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇൻഡെക്സുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ കീവേഡ്സും കീ ടേംസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇതിന്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ടാവും. സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു ഇൻഡെക്സ് ചെയ്യുന്നത്, അതിന്റെ ഒരു സ്ട്രക്ചർ, കീവേഡ്, ചെയിൻ ഇൻഡെക്സിങ്, DDCയുടെ 19th എഡിഷനിൽ വരുന്ന ചെയിൻ ഇൻഡെക്സിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് BLI 228 ഇൻഫർമേഷൻ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇത് നമ്മൾ ഓൾറെഡി കുറച്ചധികം പേപ്പേഴ്സ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേപ്പേഴ്സ് കാണുന്ന സമയത്ത് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒന്നും വരണ്ട. നിങ്ങൾക്ക് ഇത്രയും എല്ലാം ഒരുമിച്ച്, ഇതിന്റെ എല്ലാ ക്ലാസ്സുകളും ഒരുമിച്ച് നിങ്ങൾക്ക് ലേൺ വൈസിന്റെ റെക്കോർഡ് ക്ലാസ്സിൽ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം ഒരുമിച്ച് നിങ്ങളടുത്ത് പഠിക്കാനോ എല്ലാം കൂടെ പഠിക്കണം കേട്ടോ എന്നുള്ള തരത്തിലൊന്നും അല്ല പറയുന്നത്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട്, വളരെ ചുരുക്കി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്ലോക്കിനെയും യൂണിറ്റിനെയും യൂണിവേഴ്സിറ്റി ചുരുക്കിയെന്ന് അതിന് കുറച്ചും കൂടെ നമ്മളും ചുരുക്കിയിട്ട് ലെസൺസ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാഫ് ആൻ അവർ ഒക്കെ ഒരു ലെസൺ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമുക്ക് ബോറടിക്കാതെ ഒരു ലെസൺ കണ്ടു തീർക്കുമ്പോഴത്തേക്ക് അയ്യോ മടുത്തു എന്ന രീതിയിലാവാത്ത രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 2 സെഷൻസ്, 2 ലെസൺസ് ഒക്കെ കാണുന്ന രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ സിലബസ് ഇത്ര ഫസ്റ്റ് ഇയറിന്റെ എല്ലാ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ എന്ന രീതിയിലെങ്കിലും പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ ഇത്രയും ഒരുമിച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നൊന്നും ആലോചിക്കണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രയും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് പേപ്പേഴ്സും കൂടെ, 3 പേപ്പേഴ്സും ഇന്റേൺഷിപ്പും ടൈം ടേബിളും ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അക്ഷര മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അക്ഷര. ഇനി നമുക്കുള്ളത് 2 സബ്ജക്റ്റും അതുപോലെ തന്നെ ഇന്റേൺഷിപ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ BLIE 228 ഇൻഫർമേഷൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എന്നുള്ള ഒരു സബ്ജക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ആസ് എ ലൈബ്രറിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, എന്തൊക്കെ സർവീസുകളാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ലൈബ്രറിയിൽ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബുക്സുകളും ഒരുപാട് തരത്തിലുള്ള ഒരു ലൈബ്രറിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്തരം സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ സർവീസുകളെ കുറച്ചും കൂടെ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇൻഫർമേഷൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആസ് എ മോഡേൺ ലൈബ്രറിയൻ എന്നുള്ള സമയത്ത് നമ്മൾ എപ്പോഴും ലൈബ്രറി എന്ന് പറയുമ്പോൾ ഒരു ബുക്കിൽ ഒതുങ്ങാതെ ഇൻഫർമേഷൻ പ്രോഡക്റ്റ്, അതായത് നമ്മളുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ IT പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ കൺവെൻഷണൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ലിറ്ററേച്ചർ, അതായത് റിസർച്ചിന് ആവശ്യമായിട്ട് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും കാര്യങ്ങളും ബിബ്ലിയോഗ്രാഫിക് സർവീസുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതും അതിന്റെ കൂടെ തന്നെ കറന്റ് അവയർനെസ് സർവീസുകളും അബ്സ്ട്രാക്ട് റൈറ്റിംഗിന് ആവശ്യമായ ന്യൂസ് റിപ്പോർട്ട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസുകളായിട്ട് കൊടുക്കും. അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് നമ്മളുടെ ഒന്നാമത്തെ ബ്ലോക്ക്. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലോട്ടേക്ക് പോകുമ്പോൾ സ്പെഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ അനാലിസിസും അതുപോലെ തന്നെ കൺസോളിഡേഷൻ അതുപോലെ റീപാക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ യൂണിറ്റ് 7 എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അനാലിസിസും അതുപോലെ തന്നെ കൺസോളിഡേഷൻ ഓഫ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ഇവിടെ നമ്മൾ സ്പെഷ്യൽ പ്രോഡക്റ്റിന്റെ സ്പെഷ്യൽ സർവീസുകളെ പറ്റിയിട്ടാണ് നമ്മുടെ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ബ്ലോക്ക് 1 പഠിച്ചത് കുറച്ചും കൂടെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളായിരുന്നു.
ഇനി നമ്മൾ ബ്ലോക്ക് 3 വരുമ്പോൾ ഡോക്യുമെന്റ് ഡെലിവറി സർവീസ് ആണ്. അതായത് നമുക്കറിയാം ആസ് എ ലൈബ്രറിയിൽ നിന്നുള്ള സമയത്ത് നമ്മൾ ഒരു ഡോക്യുമെന്റേഷൻ എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് നമ്മളൊരു സർവീസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി സർവീസ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു എങ്ങനെയാണ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഡെലിവറി സർവീസസും അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ബ്ലോക്ക് 3 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആക്ച്വലി ഈ ഒരു സബ്ജക്ട് എൻറ്റയർലി ബേസ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ വേരിയസ് സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അത്തരം ലൈബ്രറിയിൽ കിട്ടുന്ന സർവീസുകൾ ഇപ്പോൾ ലൈബ്രറിയിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് 3 ഒട്ടാകെ നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് വെബ് പ്രോഡക്ട്സ് ആൻഡ് സർവീസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് വെബ് ഷെയറിങ്ങിനെ പറ്റിയിട്ടും വെബ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും കൊളാബറേറ്റീവ് കണ്ടന്റ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. സോ ബ്ലോക്ക് 4 വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു മോഡേൺ ടച്ച് നമ്മളുടെ ഈ ഒരു ലൈബ്രറി സയൻസിലോട്ടേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ഒരു സർവീസിനെ പറ്റി പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ആയിട്ട് ഏറ്റവും മോഡേൺ ആയിട്ട് വരുന്ന ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബ്ലോക്ക് 4 കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സബ്ജക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ICT ഇൻ ലൈബ്രറീസ് ആണ്. അതായത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ ലൈബ്രറീസ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. BLIE 229 എന്നാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ കോഡ്. ഇവിടെ നമുക്ക് മെയിൻലി ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി നമ്മളുടെ ഒരു മോഡേൺ സൈക്കോളജിയിലുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ബേസിക്കലി പറയുന്നത്. നമ്മളുടെ ഈ ഒരു എൻറ്റയർ സിലബസിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ബിക്കോസ് ഇതിൽ 2 ബ്ലോക്കുകളേ ഉള്ളൂ. നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഇത് പഠിച്ചു പോവുകയും ചെയ്യാം. കാരണം ഇതിൽ പ്രത്യേകിച്ച് കണ്ടന്റ് എന്ന് പറയാൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കണക്കാക്കാം. ഇവിടെ നമ്മളുടെ ഒരു ലൈബ്രറിയിൽ മോഡേൺ ടെക്നോളജീസിനെ എക്വിപ്പ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു കൊളാബറേറ്റീവ് വർക്ക് എങ്ങനെയാണ് ഒരു ലൈബ്രറിയിൽ നടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ലൈബ്രറി ഓട്ടോമേഷൻ എന്നുള്ള ഒരു ബ്ലോക്ക് ആണുള്ളത്. ഇവിടെ നമുക്ക് ലൈബ്രറി ഓട്ടോമേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണെന്നും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും സോഫ്റ്റ്വെയർ പാക്കേജസിനെ പറ്റിയിട്ടും നമ്മൾ എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബ്ലോക്ക് 1 പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 2 വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഡിജിറ്റൽ ലൈബ്രറിയിലോട്ടേക്കും എങ്ങനെയാണ് ഒരു ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്യുന്നതും എന്നൊക്കെയാണ് ഈ ഒരു രണ്ടാമത്തെ ബ്ലോക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇതിൽ നമുക്ക് ഡിജിറ്റൽ ലൈബ്രറി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും എന്താണ് ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഇപ്പോൾ കുറെ ബുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തോട്ടേക്ക് എന്താണ് ഡിജിറ്റൽ ലൈബ്രറി, അതിന്റെ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളും, ഡിജിറ്റലൈസേഷൻ എന്നുള്ള ഒരു പ്രോഗ്രസ് എങ്ങനെയാണ്, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ, അതായത് നമുക്കൊരു പ്രാക്ടിക്കൽ ഉള്ള ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഡിജിറ്റൽ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു DSpace അതുപോലെ തന്നെ GSDL എന്നുള്ള ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഫോം ചെയ്തെടുക്കാം എന്നുള്ളതും നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ബ്ലോക്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആൻഡ് ഓൾസോ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ 229 ആയിട്ടുള്ള BLIE എന്ന് പറഞ്ഞ സബ്ജക്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സബ്ജക്റ്റുകൾ. ഇനി നമ്മൾ സബ്ജക്റ്റിന്റെ അപ്പുറത്തോട്ടേക്ക് നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തുണ്ട്, ഇന്റേൺഷിപ്പും ഉണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം ഒരു തിയറി പേപ്പർ എന്നുള്ള അപ്പുറത്തോട്ടേക്ക് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പോഷറും ആവശ്യമായിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മളുടെ ഈ ഒരു സബ്ജക്ട്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റില് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് 4 കാറ്റഗറിയിലാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ നോക്കണം. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ലൈബ്രറി നമ്മൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്ന രീതിയിലോട്ടേക്ക് നമുക്ക് ഇന്റേൺഷിപ്പിൽ നിന്നുള്ള നോളജും കാര്യങ്ങളും കിട്ടണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്റേൺഷിപ്പിൽ നമുക്ക് കിട്ടേണ്ടത്. അതിന് 4 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഒന്നാമത്തത് ഓപ്പറേഷൻ ആണ്, രണ്ടാമത്തത് സർവീസസ്, 3 ഓട്ടോമേഷൻ, 4 ഡിജിറ്റലൈസേഷൻ. ഡിജിറ്റൈസേഷൻ. ഇതിൽ 4 എണ്ണത്തിലും നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ച് നമ്മൾ ഓരോ വീക്ക് വീതമാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. സോ ടോട്ടലി നമുക്ക് എത്ര വീക്ക് ചെയ്യണം? 4 യൂണിറ്റിലും ചേർന്നിട്ട് നമുക്ക് 4 വീക്കിൽ, അതായത് ഓരോ വീക്കും ഓരോരോ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഓരോരോ കോർ ഏരിയയിൽ നമ്മളൊരു ട്രെയിനിങ് കോമ്പണന്റ് ആയിട്ട് തരം തിരിച്ചിട്ട് വേണം നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ. സോ ഇന്റേൺഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക്
ഒരു ശരിക്കും ഒരു ലൈബ്രറിയിലുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറിന് നമ്മൾ അതുപോലെ തന്നെ ഇനി ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഒരു നോളജും നിങ്ങൾ എക്വിപ്പ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ഈ ഒരു ഡിഗ്രിയിൽ യൂണിവേഴ്സിറ്റി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ നോളജും കൂടെ നിങ്ങൾക്ക് ലൈബ്രറി സയൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റേൺഷിപ്പ് നമ്മളൊരു സേക്ക് ഓഫ് ഡൂയിങ് എന്നുള്ളതിന്റെ അപ്പുറത്തോട്ടേക്ക് നിങ്ങൾ ശരിക്കുള്ള ഒരു നോളജ് ഗെയിനിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ ഇന്റേൺഷിപ്പിന്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 4 ഏരിയാസും കൂടെ കവർ ചെയ്തിട്ട് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. അതിന് ഇവാലുവേഷൻ കോമ്പണൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ടോട്ടലി ഇതിന് 100 മാർക്കിലാണ് ഇവാലുവേഷൻ ഉണ്ടാവുക. അതിൽ നമുക്ക് വേണ്ട മിനിമം മാർക്കുകളും പിന്നെ അതിൽ വേണ്ട ഡിവൈഡ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് റൈറ്റിങ്ങിനും വർക്ക് ബുക്കിനും ഒക്കെ 70%, 30% ഒക്കെ ആയിട്ട് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആ ഒരു ഇന്റേൺഷിപ്പ് പോകുന്ന സമയത്ത് ഒന്നുകൂടെ എടുത്ത് റെഫർ ചെയ്യാം. കാരണം ഇത് ഈ സമയത്ത് ഇപ്പൊ നമ്മളുടെ മൈൻഡിൽ നിൽക്കണമെന്നില്ല. ഇൻട്രൊഡക്ഷൻ, മൊഡ്യൂള്, കൺക്ലൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കേട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഈ ഒരു ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും നമ്മളുടെ ഇന്റേൺഷിപ്പിന്റെ ആ ഒരു റിപ്പോർട്ട് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിന്നുള്ള ആൾക്കാർക്കും ഈ ഒരു ഓരോ കോമ്പണൻസിന്റെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്തു തരാൻ പറ്റും, എന്തായാലും പറ്റും. അതുപോലെ അതിന്റെ ഒരു ഓർഡറും നിങ്ങൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, പിന്നെ മൊഡ്യൂൾ ഡിസ്ക്രിപ്ഷന്, ഓപ്പറേഷൻ സർവീസസ്, ഓട്ടോമേഷൻ, ഡിജിറ്റൈസേഷൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ലേണിംഗ് ഔട്ട്കംസ്, കൺക്ലൂഷൻസ്, സജഷൻസ് ആൻഡ് പ്രസന്റേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ ആദ്യത്തെ ആ ഒരു ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ റിപ്പോർട്ടിന്റെ 70% വെയിറ്റേജ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള 30% വർക്ക് ബുക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഓവറോൾ നമുക്ക് ഒരു 100 എന്നുള്ള രീതിയിലോട്ടേക്ക് നമ്മളുടെ ടോട്ടൽ വരും. അതിൽ നമുക്ക് 70ൽ മിനിമം 35 മാർക്സും നമ്മളുടെ 30 വർക്ക് ബുക്കിൽ നമുക്കൊരു 15 മാർക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാലും മാത്രമേ നമ്മൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്ത് അല്ലെങ്കിൽ നമ്മൾ അതിൽ പാസ്സായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോ ഇന്റേൺഷിപ്സിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ മനസ്സിലാക്കിയത് യൂണിറ്റ് വൈസ്, റിസോഴ്സ് വൈസ് ഒക്കെ നമ്മൾ കാര്യങ്ങൾ ഇത്രയും നേരം സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമ്മളുടെ ലേൺ വൈസ് ആപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് എന്തൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ആപ്പ് തുറന്ന് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയ ആൾക്കാരായിരിക്കാം. പക്ഷെ എന്നാലും ഒന്നുകൂടെ എന്താണ് നമ്മളുടെ ആപ്പിൽ ഉള്ളത്, എന്താണ് അതിന്റെ ഓരോന്നിന്റെ യൂസ്, എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ പ്രൈമറി റിസോഴ്സ് ആയിട്ട് നമ്മൾ തരുന്നത് എന്താണ്? നമ്മളുടെ റെക്കോർഡഡ് ലെക്ചർ ക്ലാസ്സുകൾ തന്നെയായിരിക്കും നമ്മുടെ പ്രൈമറി റിസോഴ്സ് ആയിട്ട് ഉള്ളത്. അതിന്റെ കൂടെ തന്നെ ഓരോ ലെസൺസിന്റെ താഴെയും നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് അഥവാ ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റും കൂടെ കാണാൻ പറ്റും. അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ തരുന്ന ഒരു റിസോഴ്സ്, അല്ലെങ്കിൽ പ്രൈമറി റിസോഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം ലെസൺസും അതിനുശേഷം വാല്യൂ ആഡഡ് നോട്ട്സും വായിച്ചതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ കാണുന്നു, അതിനുശേഷം ഹെൽപ്പ് ബുക്ക്, ആപ്പിലുള്ള ഹെൽപ്പ് ബുക്ക് വായിക്കുന്നു, അതിനുശേഷം സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്യുന്നു, അഥവാ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പിന്നെ റെഫർ ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഈ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു മെത്തേഡ്, അതായത് പ്രൈമറി മെത്തേഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളൊരു ലോക്ക് കോൺസെപ്റ്റ് ആയിട്ട് എക്സാംപീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്പിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് നല്ല സ്കോർ കിട്ടണം, പരീക്ഷയ്ക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലെസൺസ് ഒക്കെ കാണുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ലെസൺസ് ഒക്കെ കണ്ട് ഷോർട്ട് നോട്ട് ഒക്കെ എഴുതിയിട്ട് നമ്മൾ അങ്ങനെ പോകും. പക്ഷെ പരീക്ഷ വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ എന്തായിരിക്കും? ഒരു ടെൻഷൻ ആയിരിക്കും. എവിടെ തുടങ്ങണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എങ്ങനെയാണ്, അതിന്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു എക്സാം പീഡിയയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്നൊക്കെയാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങളെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടും സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടും എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. നിങ്ങളിപ്പോ ഇന്ന് സിലബസിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കേട്ടപ്പോൾ നിങ്ങളൊന്ന് ആക്ച്വലി പേടിച്ചിട്ടുണ്ടാവും. ഒബ്വിയസ്ലി എന്നാലും എല്ലാവർക്കും പേടിയാവും, കാരണം ഇത്രയും പഠിക്കാനുണ്ടല്ലോ, ഒരു വർഷം കൊണ്ട് ഇതൊക്കെ തീരുമോ എന്നുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ എന്തായാലും വരാം. അപ്പോൾ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും അത്ര വലിയ പ്രശ്നമാവില്ല. നേരത്തെ സുനിറ മാം പറഞ്ഞതുപോലെ നമ്മളൊരു 40, 30, 35 മിനിറ്റ് ഒക്കെയാണ് നമ്മളുടെ ഒരു ലെസൺ ഉണ്ടാവുക. അപ്പൊ അത് പഠിച്ചു പോകുന്ന സമയത്ത്
ഒരു ഡെയിലി ഒരു കൺസിസ്റ്റൻസി നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിച്ച് പോയി. ഇപ്പൊ നമ്മൾ ലെസൺസ് മാത്രം പഠിച്ച് കണ്ടുപോയിട്ട് കാര്യമില്ല. ലെസൺസ് കണ്ടു, അതിനുശേഷം ഹെൽപ്പ് ബുക്ക് വായിച്ചു, എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. കാരണം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മൾ ഈ ലെസൺസ് ഒക്കെ കണ്ടതിന് ശേഷം വായിക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കര വലിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടൊക്കെയാണ് നമുക്ക് തോന്നാറ്. സോ ആക്ച്വലി നമ്മൾ ആദ്യം ആപ്പിലുള്ള വീഡിയോസ് കണ്ടു, എന്നിട്ട് SLM വായിച്ചു, എന്നിട്ട് നമ്മളുടെ ആപ്പിലുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഫാസ്റ്റ് ട്രാക്ക്, അതായത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിസി വീക്കിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി ഒരു വീഡിയോ, അതായത് മിനിമം ഒരു ബാർ മിനിമം ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ വെച്ച് വീതം പോകാൻ വേണ്ടി നോക്കുക. ഭയങ്കര ബിസി വീക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലെക്ചർ ക്ലാസ്സുകൾ, നമ്മളുടെ ആപ്പിലുള്ള പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു 1.2x സ്പീഡിലൊക്കെ അടിച്ച് വെച്ച് കണ്ടുപോകാനുള്ള ഒരു സ്പീഡൊക്കെ ഉള്ളൂ അതിൽ. കാരണം മെല്ലെയാണ് ക്ലാസ്സസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുക, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറി ആയിട്ട് നമ്മളൊരു ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മളുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ എക്സാം ഭയങ്കര അടുത്ത്, നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സാമിന് വേണ്ടി കുറച്ച് മാസങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സാം എന്നുള്ള ഓറിയന്റഡ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ExamPedia, അതുപോലെ PYQ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്പിൽ ഞാൻ നേരത്തെ ExamPediaനെ പറ്റി പറഞ്ഞു. ഓൾറെഡി നമ്മൾ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ExamPediaയിലുള്ളത്. എന്താണ് PYQUA എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റീസെന്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഒക്കെ വെച്ചിട്ട് ഓരോ ബ്ലോക്ക് തിരിച്ച് അതിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് പറയുന്ന ഒരു വീഡിയോസും കാര്യങ്ങളും നിങ്ങളിലേക്ക് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അത് ഓരോ വർഷവും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കറണ്ട് നമ്മളത് നോക്കുക. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ പിന്നെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഏകദേശം അതേ ഏരിയാസ് എന്നാണ് ഒരു 75 to 80% ക്വസ്റ്റ്യൻസും യൂഷ്വലി ചോദിക്കാറ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു PYQUA എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന വേറൊരു കാര്യമാണ് ഹെൽപ്പ് ബുക്ക്. അതാണ് വാല്യൂ ആഡഡ് നോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന്റെ താഴെ അല്ലെങ്കിൽ ഒരു ലെസന്റെ താഴെ നമ്മൾ കൊടുക്കുന്ന ഒരു നോട്ട് തന്നെയാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും, ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മളൊരു ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ശരിക്കും ഒരു ഫ്ലോ ചാർട്ടും പദസൂര്യനും ഒക്കെ വെച്ച് പോലത്തെയാണ് അതിൽ ഉണ്ടാവുക കണ്ടന്റ്സ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ബുക്ക്, അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് വായിക്കുക. അതിൽ കറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ ടേബിൾ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഡയഗ്രാം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടോ നമ്മളത് കൊടുത്തിട്ടുണ്ടാവും. ഭയങ്കര സിമ്പിൾ നോട്ട്സ് ആണ് ഹെൽപ്പ് ബുക്ക്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ കണ്ട് പോവാതെ എന്തായാലും ഹെൽപ്പ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അതുപോലെ ഒന്നുകൂടെ നിങ്ങൾക്ക് ലെക്ചർ ക്ലാസ്സുകൾ സ്ലോ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക. കാരണം ഭയങ്കര ടഫായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഗോ സ്ലോ, അല്ലെങ്കിൽ നല്ല സ്ലോയില് കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ആ ഒരു സെയിം കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ, പർട്ടിക്കുലർ ഏരിയനെ വെച്ചിട്ട് നമ്മൾ ExamPediaയിൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അതിൽ എങ്ങനെയാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് നോക്കുക. കാരണം ExamPediaയിൽ യൂഷ്വലി ചോദിച്ച എല്ലാ ഏരിയാസും, അതായത് ഒരു 5-10 കൊല്ലത്തിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിന്റെയും ഫോർമാറ്റും അതിൽ PYQയും കാര്യങ്ങളൊക്കെ ExamPediaയിൽ നമ്മൾ ആൻസർ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളുടെ കോർ സ്റ്റഡി സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മളുടെ ആ ഒരു കറക്റ്റ് എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ യൂണിറ്റുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യുക, നമ്മളൊരു ടൈം ടേബിൾ തരുന്നുണ്ടാവും. ഏകദേശം ടൈം ടേബിളിന്റെ കൂടെ തന്നെ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അപ്പൊ ആ ഒരു ടൈം ടേബിളിൽ ഫസ്റ്റ് തുടങ്ങേണ്ട സബ്ജക്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ലെസൺസിലോട്ടേക്ക് കടക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ ലെസൺ മുതൽ നമ്മൾ ഷോർട്ട് നോട്ടും കാര്യങ്ങളും എഴുതി പഠിച്ചിട്ട് തന്നെ പോവുക. അതായത് വീഡിയോ കാണാൻ ചുമ്മാ ഇരുന്ന് കാണാതെ ജസ്റ്റ് ഒരു ലെക്ചർ നോട്ടും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ മാക്സിമം നോക്കുക. അതിനുശേഷം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വീഡിയോയുടെ താഴെയുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് വായിക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുക. ഇപ്പൊ നമുക്ക് ഒരു വീഡിയോ കാണുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവണമെന്നില്ല. ചില ഏരിയാസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡെഫിനിഷൻസും കാര്യങ്ങളും, അതല്ല ഒരു പെർട്ടിക്കുലർ വേർഡ് നമുക്ക് മനസ്സിലാവാത്തൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലം പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ എന്താണോ മനസ്സിലാവുന്നത് അത് എഴുതിയെടുക്കുക. അതല്ലെങ്കിൽ അവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് ഞാൻ ചെയ്യാൻ എനിക്ക് അറിയാത്തത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ മെന്റർ എടുത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു എന്താണ് എവിടെയാണ് എനിക്ക് ഡൗട്ട് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് ആ സമയത്ത് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെയുള്ള നമ്മൾ കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞ ഒരു കാര്യമാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. ഓരോ ലെസന്റെ താഴെയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാം പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്ത ഒരു നോട്ടാണ് നമ്മളുടെ വാല്യൂ ആഡഡ് നോട്ട്സ്. അധികം വലിച്ചു വാരിയിട്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊരു നോട്ട് എഴുതുമല്ലോ എന്തായാലും, അപ്പൊ അതിലും ഭയങ്കര ക്രിസ്പായിട്ടായിരിക്കും നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് കൊടുത്തത്. അതായത് എന്താണോ ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതിന്റെ ഒരു ക്ലിയർ കട്ട് വ്യൂ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ ആഡഡ് നോട്ട്സിൽ കിട്ടും. ഇനി ഇതിൽ തന്നെ നമുക്ക് ഭയങ്കര ഷോർട്ട് എക്സാമ്പിൾസും ഡയഗ്രാംസും ചാർട്ടും ഒക്കെ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഭയങ്കര ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് ഹെൽപ്പ് ബുക്ക്. അപ്പൊ വീഡിയോ കാണുന്നതിന്റെ കൂടെ എന്തായാലും നമ്മളുടെ ഹെൽപ്പ് ബുക്ക് അഥവാ വാല്യൂ ആഡഡ് നോട്ട്സും കൂടെ നിങ്ങൾ റെഫർ ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളതാണ് എക്സാം പീഡിയ. ഇപ്പൊ ഞാൻ കുറെ പ്രാവശ്യം എക്സാം പീഡിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്, എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സാം പീഡിയ കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള നേട്ടം. അതായത് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, എവിടെ നോക്കിയാണ് ചോദിക്കുന്നത്, ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു എക്സാം പീഡിയ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ ആൻസർ എഴുതാൻ പറ്റണം. അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സാം പീഡിയ കൊണ്ടുള്ള ഒരു ഗുണം. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു സബ്ജക്ട് ഏകദേശം തീരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു മൂന്നാമത്തെ ബ്ലോക്കിലൊക്കെ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ എക്സാം പീഡിയ എന്തായാലും ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ പഠിച്ചു പോകുമ്പോൾ എല്ലാം അങ്ങനെ ഒരൊറ്റ വായിക്കൂടെ അങ്ങ് പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഏരിയാസ് ഉണ്ടാവും, അതായിരിക്കും നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ നമ്മൾ ചിലപ്പോൾ അധികം പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ഏതാണ്, ഇമ്പോർട്ടന്റ് ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കേണ്ടത് ഏതാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു എക്സാം പീഡിയ കൊണ്ട് മനസ്സിലാവും. ഇനി നമുക്കുള്ളതാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക്. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമുക്ക് ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഓരോ സബ്ജക്റ്റിനും യൂണിവേഴ്സിറ്റിക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അസൈൻമെന്റ്. അപ്പൊ അതിന്റെ ഗൈഡ് ബുക്ക് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ കംപ്ലീറ്റ് ആൻസർ ഫോർമാറ്റ്, അതായത് നിങ്ങൾക്ക് അതൊരു ഗൈഡ് ആയിട്ട് എഴുതാം. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്, നിങ്ങളതായ രീതിയിൽ നിങ്ങൾക്ക്. കാരണം നമ്മൾ അസൈൻമെന്റിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ സബ്ജക്റ്റിൽ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ സമയത്ത് നിങ്ങൾ എന്താണോ സബ്ജക്റ്റിൽ ഉള്ളത് അതിനെ വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. നമ്മളെ ഗൈഡ് ബുക്ക് തരുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അത് തന്നെ ഡിറ്റോ ആക്കി വെക്കരുത്. അവിടെ എന്തായാലും ഉണ്ടാവും നല്ല കംപ്ലീറ്റ് കറക്റ്റ് ക്രിസ്പ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും ഗൈഡ് ബുക്കിൽ കൊടുത്തത്. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് എന്തായാലും എഴുതാം. പിന്നെ ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഏരിയ. അതായത് നമ്മൾ ഓരോ വർഷവും ഈ PYQ എന്നുള്ള കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും ഓരോ ക്വസ്റ്റ്യൻ, ഓരോ എക്സാമിനുള്ള ടൈമത്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമ്മൾ ഓരോ മാറ്റങ്ങൾ വരുത്തിയിട്ട്, കാരണം ഇപ്പൊ ജൂൺ 2025 എക്സാംസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ PYQ ജൂണിൽ ഇറക്കിയത്. അപ്പൊ നെക്സ്റ്റ് ഡിസംബർ നമുക്കറിയാം യൂണിവേഴ്സിറ്റി സൈക്കിളിൽ ഡിസംബറിലും ജാനുവരിയിലും ഒക്കെ ആയിട്ട് നമുക്ക് എക്സാംസ് പരക്കെയാണ് കിടക്കുന്നത്. ഒരു വർഷത്തിൽ 2 സൈക്കിൾ ഉണ്ടല്ലോ. അപ്പൊ ഓരോ സൈക്കിളിലും നമ്മൾ PYQ അതിൽ വന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സാമിന്റെ മുന്നേ ഏത് ബ്ലോക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെയുള്ള രീതിയിൽ PYQ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് PYQ വെച്ചിട്ട് പഠിക്കുന്നത്. കാരണം നമ്മള് മുമ്പേ ഉള്ള ഒരുപാട് ലേണേഴ്സ് ഒക്കെ ഈ എക്സാമിന്റെ സമയത്താണെങ്കിലും ഈ PYQ നോക്കിയിട്ട് തന്നെയാണ് മോസ്റ്റ്ലി പഠിക്കാറ്. സോ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഒരു എവിടെ എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എക്സാം പീഡിയയും PYQ വെച്ച് കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി
നമ്മളുടെ ഒരു മെന്റർ ആൻഡ് കെയർ എന്നുള്ള കാര്യമാണ്. വിത്ത് മെന്റർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും നമ്മൾ പ്രൈമറി റിസോഴ്സ് ആയിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിലുള്ള ക്ലാസ്സുകളാണല്ലോ. അപ്പോൾ വിത്ത് മെന്റർഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി റിസോഴ്സിന്റെ കൂടെ തന്നെ സെക്കൻഡറി റിസോഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് സെഷൻസ് തന്നെയാണ്. അതായത് ലൈവ് സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടു. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും കാണുന്നത്, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉഴപ്പാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ അഡീഷണലി നിങ്ങൾ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ തരുന്നുണ്ടാവും. വിത്ത് മെന്റർഷിപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മെന്ററോ അല്ലെങ്കിൽ ഫാക്കൽറ്റീസോ വന്നിട്ട് നിങ്ങൾ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എന്താണോ നിങ്ങൾ ആപ്പിൽ പഠിച്ചത് അത് തന്നെ ഒന്നുകൂടെ വന്നിട്ട് അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, പക്ഷെ ഒരു ബ്ലോക്കിൽ എന്താണോ നമ്മൾ പഠിച്ചത് അത് കംപ്ലീറ്റ് ലൈവായിട്ട് റിവൈസ് ചെയ്തു തരും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇന്ററാക്റ്റീവ് സെഷൻസിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മുന്നായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും വെച്ചിട്ട് എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും കാര്യങ്ങളും മെന്റർഷിപ്പ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ മെന്റർ വന്നിട്ട് ഓരോ ബ്ലോക്കിൽ എന്താണ് ഇമ്പോർട്ടന്റ്, എക്സാമിന്റെ തൊട്ട് സമയത്ത് അല്ലെങ്കിൽ എക്സാമിന്റെ തൊട്ടടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഈ സബ്ജക്റ്റിൽ എന്തായിരുന്നു. കാരണം നമ്മൾ കുറെ മാസങ്ങൾക്ക് മുന്നേ പഠിച്ചൊരു സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ സബ്ജക്റ്റിൽ എന്തായിരുന്നു ഇമ്പോർട്ടന്റ് എനിക്ക് ഓർമ്മയില്ലല്ലോ. പക്ഷെ ആ സമയത്താണ് നമ്മുടെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. കാരണം ഓരോ ബ്ലോക്കിലുള്ളത് ഒന്നുകൂടെ എടുത്തിട്ട് ലൈവ് ആയിട്ട് വന്നിട്ട് ഒരാൾ പറഞ്ഞു തരുന്ന സമയത്ത് അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ഇനി പിന്നെ ഉള്ളതാണ് പെർഫോമൻസ് ആൻഡ് കെയർ ലെയർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇഗ്നു മോഡൽ എക്സാംസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അതുപോലെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷൻ, അതായത് നമ്മളുടെ എക്സാം വരുന്നത് എപ്പോഴായിരിക്കും, നമ്മളിപ്പോൾ ഒരു ജൂലൈ 2025 ബാച്ച് ആവുന്ന സമയത്ത് നെക്സ്റ്റ് ഇയർ ജൂണിൽ നമുക്ക് എക്സാം വരും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക, അതിന്റെ ഒരു മോഡൽ എക്സാം നമ്മൾ ഇവിടുന്ന് നടത്തും. അതുപോലെ ഹെൽപ്പ് ഡെസ്ക് നമ്മളെ ഓരോ കാര്യങ്ങൾ ഹെൽപ്പിന്റെ, അതായത് എക്സാമിന്റെ മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എക്സാം രജിസ്ട്രേഷൻ മുതൽ എക്സാമിന്റെ ആ ഒരു ഹാൾ ടിക്കറ്റിന്റെ വരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണലി കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് കാര്യങ്ങൾ, കോകരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും, നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, ഇതൊക്കെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് അല്ല, പക്ഷെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഇഗ്നു മോഡൽ എക്സാംസും ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സിലബസ് ഓറിയന്റഡ് ആണ്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ടേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ സർവീസുകളും കൊടുക്കുന്നത് ഒരു അഡീഷണലി ആണ്. സോ ഇത് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ്, നമുക്ക് ഇംഗ്ലീഷ് ഏതെങ്കിലും കുറച്ച് വീക്കാണ്, നമുക്ക് കുറച്ചും കൂടെ അഡീഷണലി കുറച്ചുകൂടെ നോളജ് വേണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ കോകരിക്കുലർ ഓണം വരുന്നുണ്ട്, ഓണം പ്രോഗ്രാം, അതുപോലെ ഡിസംബറിൽ ക്രിസ്മസ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. കരിയർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. പിന്നെ ഒരു അക്കാഡമിക് ടൈം ടേബിളിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈം ടേബിൾ ഉണ്ട്. യൂണിവേഴ്സിറ്റിന്റെ ടൈം ടേബിളിന്റെ കാര്യമല്ല പറയുന്നത്. ടേൺ വൈസ് നിങ്ങൾക്ക് വേണ്ടി എവിടെ നിന്ന്, ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും സബ്ജക്ട് കേട്ട് നോക്കുമ്പോൾ എവിടെ നിന്ന് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ ഞാൻ എവിടെ തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് എങ്ങനെ പഠിച്ചു പോവാം, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു പോവാം, എന്ന് പഠിച്ചു തുടങ്ങാം എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു അക്കാഡമിക് ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു ടൈം ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു നിങ്ങൾക്ക് സെലക്ട് ചെയ്ത BLIE 222, അതായത് 222 എന്നുള്ള ഒരു ഇൻഫോർമേഷൻ സോഴ്സ് ആൻഡ് സർവീസസ് എന്നുള്ള ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് August 11, അതായത് ഇന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ തുടങ്ങണം എന്നില്ല, പക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് നാളെ തന്നെ തുടങ്ങാം. അതിൽ ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷന് ശേഷം വേണമെങ്കിൽ കാണാം. എന്നിട്ട് നാളെ മുതൽ നമ്മളുടെ ഓരോ ലെസൺസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 മുതൽ 45 മിനിറ്റ് വരെയൊക്കെയാണ് നമ്മളൊരു ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ലെസൺ എന്നുള്ള രീതിയിലാണ് പഠിച്ചു പോകേണ്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു 7:30 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡെയിലി 7:30 കാണണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 7:30 ചിലപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു ദിവസം ഏത് സമയത്തും നിങ്ങൾക്ക് കാണാം. കാരണം ഓൾറെഡി റെക്കോർഡ് ചെയ്ത ക്ലാസ് ആണ്. സോ നിങ്ങളുടെ ഒരു കൺവീനിയന്റ് ടൈമിനനുസരിച്ചിട്ട് മാറ്റുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ കൊടുത്ത ഒരു റഫ് ടൈമാണ് നമ്മളുടെ ഈ ഒരു 7:30 എന്നുള്ള ഒരു ടൈമായിട്ട് കൊടുത്തിരിക്കുന്നത്.
ഇങ്ങനെയാണ് ടൈം ടേബിൾ ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു റിവിഷൻ ടൈം സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്ലോക്ക് തീരുന്ന ദിവസം നിങ്ങൾക്ക് വിത്ത് മെന്റർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഒരു ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ബ്ലോക്ക് തീരുന്ന ദിവസം തന്നെ അതിന്റെ ലൈവ് ഒന്നുകൂടെ നമ്മൾ എന്താണോ ബ്ലോക്ക് ഒന്നിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചത് അത് തന്നെ ലൈവായിട്ട് ഇരുന്ന് പറയുന്നതാണ്. ഇത് ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് എങ്ങനെ പഠിച്ചു പോവാം, എങ്ങനെയാണ് റിവിഷൻ ടൈം, എപ്പോഴൊക്കെയാണ് നമുക്ക് റിവിഷൻസ് ഉണ്ടാവുക എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഇനി നമുക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ ശേഷം നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടാസ്കുകൾ, നമ്മൾ ഓരോ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു, അപ്പൊ ഇത് ഫോർത്ത് സെഷൻ ആണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് ആക്ഷൻ ടാസ്കുകൾ ഉണ്ടാവും. ഓരോരോ ആക്ഷൻ ടാസ്കും ഓരോ സെഷന് ശേഷം നമ്മൾ ചെയ്ത് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ഈ ഒരു സെഷൻ ഇമ്പാക്ട്ഫുൾ ആയി, ഇത് ക്ലിയർ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആക്ഷൻ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആക്ഷൻ ടാസ്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് സെഷന് ശേഷം സുനിറ മാം ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിന് ശേഷം നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആക്ച്വലി ഈ ഒരു സെഷന് ശേഷം നമുക്ക് എന്തുണ്ടാവും, ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളുടെ പ്രൈമറി ഡാറ്റയും പേരും വിവരങ്ങളൊക്കെ എഴുതിയിട്ട് ഇന്നത്തെ സെഷന്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ 4ാമത്തെ സബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തത്, അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഒരു ആക്ഷൻ ടാസ്കുകളും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതും പറഞ്ഞു, ഒരു ആക്ഷൻ ടാസ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഹൊറിസോൺസും കാര്യങ്ങളും, ഒരു ആക്ഷൻ ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് സുനിറ മാം ഷെയർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടാവും. സോ നമ്മൾ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിലബസ് ഡീകോഡിങ്ങിന്റെ ആക്ഷൻ ടാസ്ക് ആണ് ഇത്. ആസ് യൂഷ്വൽ നിങ്ങളുടെ പേരും എൻറോൾഡ് പ്രോഗ്രാം നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അസൈൻഡ് മെന്റർ ഓർ LSC's നെയിം ആഡ് ചെയ്യുക. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം, റാങ്ക് ഓൾ യുവർ ഫസ്റ്റ് ഇയർ കോഴ്സസ്. അതായത് നമ്മളെ ഒരു ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോ നിങ്ങളിപ്പോ കോഴ്സസിന്റെ ഒക്കെ കേട്ടു അല്ലെ, കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ കേട്ടു. അത് കേട്ട് വെച്ചിട്ട് ഒന്നും കൂടെ നിങ്ങളുടെ ഒരു പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഗോ ത്രൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം തോന്നിയിട്ടുള്ള, ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള സബ്ജക്ട് ഏത് എന്നുള്ള തരത്തിൽ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, കൗണ്ട് ഹൗ മെനി കോഴ്സസ് യു ഹാവ് ഇൻ ഇയർ 1. അപ്പൊ നമ്മൾ കുറെ പേപ്പേഴ്സ് പറഞ്ഞു, എത്ര പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. അതേപോലെ ഓരോന്നിന്റെയും ടൈറ്റിൽ, അതായത് കോഴ്സ് കോഡ്, നമ്മളിപ്പോ PLI 221 222 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ നിങ്ങൾ ഓരോന്നിന്റെയും കോഡ്, ഓരോന്നും കോഡ് ഏതാണ്, അതിന്റെ ടൈറ്റിൽ ഏതാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണ്, ഇപ്പൊ സൈക്കോളജിയിൽ പറയുന്നതാണ് MPC 002 ലൈഫ് സ്പാൻ സൈക്കോളജി, MPC 001 കോഗ്നിറ്റീവ് സൈക്കോളജി, MPC 005 റിസർച്ച് മെത്തേഡ്സ്. ഇതേപോലെ നമ്മുടെ പേപ്പറിനെ കോഴ്സ് കോഡ് എന്താണ്, അതിന്റെ ടൈറ്റിൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു റാങ്കിങ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഏറ്റവും താല്പര്യം തോന്നിയ, ഏറ്റവും ഇഷ്ടം തോന്നിയ പേപ്പറിന് റാങ്ക് 1, രണ്ടാമത്തേന് അടുത്തതിന് റാങ്ക് 2, ഇങ്ങനെ നമ്മളൊരു രീതിയിൽ ഒരു ലിസ്റ്റ് ഔട്ട് പോലെ തയ്യാറാക്കി വെക്കണം. അത് നമുക്ക് പഠിക്കാനൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എളുപ്പമാണ്, ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കോഴ്സിനും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും കൊടുത്ത റാങ്കിന്റെ ബേസിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, അതേപോലെ ലാസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സും അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് എനിക്ക് അതിനോട് അത്ര താല്പര്യം തോന്നാത്തത്, അല്ലെങ്കിൽ നമ്പറിൽ റാങ്ക് ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, അപ്പൊ അതിന്റെ കാരണം എന്താണ്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ലൈബ്രറി വരുമ്പോൾ ഒരുപാട് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പേപ്പേഴ്സ് ഒന്നും ഇല്ല അല്ലെ. അത്യാവശ്യം എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് ലൈബ്രറിയൻ എന്ന് പറഞ്ഞ ഒരു റോളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറേയൊക്കെ എക്സൈറ്റ്മെന്റ് ഉള്ള പേപ്പേഴ്സ് ആണ് കുറെ കാണും. അപ്പോൾ എങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു റാങ്കിങ് അതിന് കൊടുക്കാം. ഓക്കെ, ഇനി യുവർ ലേണിംഗ് ഇന്റൻഷൻ ആണ്. After scanning your first year syllabus, what best describes your learning intention? ഇതിൽ നിങ്ങൾ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ടിക്ക് ഇട്ടിട്ട് പോവുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീക്ക്ലി സ്റ്റഡി സ്ലോട്ട്. ഓക്കെ, അതായത് ആഴ്ചയില് ഇത്രയും ടൈം ഞാൻ പഠിക്കും, ഓക്കെ, ഇത്ര സമയം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഇന്ന ടൈമിലൊക്കെ യൂസ് ചെയ്യും. ഇതൊരു നമ്മുടെ ഒരു സെൽഫ് ടൈം ടേബിൾ പോലെയാണ്.
ഓക്കെ, നമുക്ക് നമ്മുടെ ലേൺ വൈസിന്റെ ടൈം ടേബിൾ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ, ഇപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ രാവിലെ 7:30 ഒരു ക്ലാസ്, വൈകുന്നേരം 6 മണിക്ക് ഒരു ക്ലാസ് എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഫാമിലി ഉണ്ടാവുമായിരിക്കും, കുട്ടികൾ ഉണ്ടാവുമായിരിക്കും, പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈം ഏതാണ് സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും ആ ഒരു ടൈം തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അത് നമുക്കൊരു എന്തൊക്കെയായാലും നമ്മൾ ഡിസ്റ്റൻസ് ആണ് അല്ലെ, എത്രയൊക്കെ പറഞ്ഞാലും ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതിനെ കുറച്ചും കൂടെ ഒരു ഓഫ്ലൈൻ എന്ന മോഡിലേക്ക് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡ്, അതായത് ഡെയിലി ഈ സമയത്ത് തന്നെ പഠിക്കുക എന്നുള്ള നമ്മുടെ ഒരു രീതി, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ചിട്ട അല്ലെ, ഒരു ക്രമം പോലെ കൊണ്ടുപോവുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കൊരു ഓഫ്ലൈനിന്റെ ഒരു ഫീലൊക്കെ ഉണ്ടാവും, എന്നും പഠിക്കുന്ന ഒരു ശീലമായിക്കോളും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് പോകാം. ഓക്കെ, ഇനിയിപ്പോ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്. ഇപ്പൊ സിലബസ് ഒക്കെ മനസ്സിലാക്കി, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്, അതിന് എത്രത്തോളം സപ്പോർട്ടൊക്കെ നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രയാണ് ഉണ്ടായിട്ടുള്ളത്? ഹൈ ആയിട്ടുണ്ടോ, അതോ ഉള്ളതും പോയോ അല്ലെ? ആ ഒരു രീതിയിൽ നിങ്ങൾ അതൊന്ന് റാങ്ക് ചെയ്യും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്കിൽ വരുന്നത്. നിങ്ങൾ മറക്കാതെ നിർബന്ധമായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്തിടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ LSC ഓർമ്മ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ. താങ്ക് യു.